ഹായ് ഫ്രണ്ട്സ്, ഫ്രം ദി ബേസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പീരിയോഡിക് ടേബിളിൻ്റെ പാർട്ട് 3 ആണ്. ഇതുവരെ നമ്മൾ പഠിച്ചതിൽ നിന്നും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും കുറച്ചുകൂടി കൺസെപ്ച്വൽ ബേസ്ഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ക്ലാസ്സാണ് ഇന്ന് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. ഇന്നലെ നമ്മൾ പീരിയോഡിക് ടേബിളിനെ പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസ്സാണ് എടുത്തത്. ഇന്ന് നമ്മൾ എടുക്കുന്നത് പീരിയോഡിക് ടേബിളിൻ്റെ സ്വഭാവം അറിയാം. എങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ? നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ഈ മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതികഗുണങ്ങളെല്ലാം ആറ്റോമിക് നമ്പറിൻ്റെ ആവർത്തന ഫലമാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താ പറയുക, ഈ പീരിയോഡിക് ടേബിളിൻ്റെ ട്രെൻഡ്സ് അല്ലെങ്കിൽ ക്രമാവർത്തന പ്രവണത. അതായത് ഈ ഗ്രൂപ്പിലൂടെ താഴേക്ക് പോകുമ്പോഴും ഇടത് നിന്ന് വലതേക്ക് പീരീഡിലേക്ക് നമ്മൾ നോക്കുമ്പോഴും എന്താ കുറേ കാര്യങ്ങളൊക്കെ ഓരോ ട്രെൻഡ്സ് ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്നതിന് മുന്നേ കുറച്ച് ടേംസ് നമ്മൾ അറിയേണ്ടതുണ്ട്. ആ ടേംസിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. നിങ്ങളിത് വിട്ട് കളയാൻ പാടില്ല. നിങ്ങൾ ചുമ്മാ റാങ്ക് ഫയലൊക്കെ നോക്കിയിട്ട് കുറേ എലമെൻറ്റ്സ് ആരാ കണ്ടുപിടിച്ചതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളെക്കാളും കൂടുതൽ ഇപ്പോൾ നമ്മൾ SCRT ബേസ്ഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നോക്കേണ്ടതുണ്ട്. കാരണം കൺസെപ്ച്വൽ ബേസ്ഡ് ആണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ മുകളിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വരാനായിട്ട് പാടുള്ളതല്ല അല്ലേ. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു പോകാനായിട്ട് പോവാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ അറിയേണ്ടതാണ് ഷെൽ നമ്പർ, പിന്നെ ഷെല്ലിൻ്റെ വലുപ്പം, പിന്നെ ഷെല്ലിൻ്റെ ആറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ ആറ്റോമിക് ആരം, അല്ലെങ്കിൽ പിന്നെ ന്യൂക്ലിയർ ചാർജ്, പിന്നെ അയനീകരണ ഊർജ്ജം, പിന്നെ രണ്ട് കാര്യങ്ങളും കൂടിയുണ്ട്. അതാണ് ഒന്ന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്നും പറയും, പിന്നെ ഒന്ന് ലോഹ സ്വഭാവം. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ഷെൽ നമ്പർ എടുക്കാം. ഷെൽ നമ്പർ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഷെൽ നമ്പർ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യമാണ്. ഷെൽ നമ്പർ നമ്മൾ എടുക്കാൻ നമ്മുടെ എന്താ പറയുക, ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്ന ആ ഒരു പെർട്ടിക്കുലർ പാത്ത് ഉണ്ട്, സർക്കുലർ പാത്ത് അല്ലേ. ആ ഒരു സർക്കിൾ പാത്തിനെ നമ്മൾ ഷെല്ലുകൾ എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് പീരീഡിലാണോ മൂലകമുള്ളത് ആ പീരീഡിൻ്റെ അതേ നമ്പർ ഓഫ് ഷെൽസ് ആ ഒരു മൂലകത്തിന് അല്ലെങ്കിൽ ആ ഒരു ആറ്റത്തിന് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പം സോഡിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ പീരീഡിലാണ് സോഡിയം ഉള്ളത്. അപ്പോൾ സോഡിയത്തിന് എത്ര ഷെല്ലുണ്ട്? 1, 2, 3 അല്ലേ. ക്ലോറിൻ ആണെങ്കിലും അങ്ങനെ തന്നെ മൂന്നാമത്തെ പീരീഡിലാണുള്ളത്. അപ്പോൾ ക്ലോറിൻ എത്ര ഷെല്ലുണ്ട്? 1, 2, 3 ഷെല്ലുണ്ട് അല്ലേ. ഓക്കെ, ലിഥിയം ആറ്റോമിക് നമ്പർ 3 ആണ്. അതിൽ 2 ഇലക്ട്രോൺസ് അവിടെ പോയി, K ഷെല്ലിൽ, പിന്നെ ബാക്കിയുള്ള ഇലക്ട്രോൺ Kl ഷെല്ലിൽ പോയി. അതായത് 2 ഷെല്ല് രണ്ടാമത്തെ പീരീഡ്. അപ്പോൾ നമുക്കതിൽ നിന്നൊരു കാര്യം മനസ്സിലായില്ലേ, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? ഈ ഷെല്ലുകളുടെ നമ്പർ പീരീഡുകളുടെ ഉണ്ടാകുമ്പോൾ ഒന്നാമത്തെ പീരീഡ്, ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ, അങ്ങനെ താഴേക്ക് വരുമ്പോഴത്തേക്കും പീരീഡ് നമ്പർ കൂടിയില്ലേ. അപ്പോൾ ഷെല്ലുകളുടെ നമ്പറും കൂടുന്നു അല്ലേ. ഓക്കെ, അപ്പം മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നു. ഓക്കെ, ഇനി ഇടത് നിന്ന് വലത്തേക്ക് പോകുമ്പോഴത്തേക്കും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറയാം. ഓക്കെ, ഇതിപ്പം സോഡിയം മൂന്നാമത്തെ പീരീഡിലാണ്, ഇവിടെ ക്ലോറിനും മൂന്നാമത്തെ പീരീഡിലാണ്. എവിടെയാണ്? ഇവിടെ ക്ലോറിനും ഇവിടെ സോഡിയം വരും. രണ്ടും മൂന്നാമത്തെ പീരീഡിലാണ്. രണ്ടുപേരുടെയും ഷെൽ നമ്പർ നോക്കിക്കേ. മൂന്നാമത്തെ പീരീഡിലായതുകൊണ്ട് 3 ഷെൽസ്, രണ്ടുപേർക്കും 3 ഷെൽസ് വീതം ഉണ്ട് അല്ലേ. അപ്പം സെയിം പീരീഡിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും സെയിം നമ്പർ ഓഫ് ഷെൽസ് ആയിരിക്കും. അപ്പോൾ ഇടത് നിന്ന് വലത്തേക്ക് പോകുന്നേരം നമ്മുടെ ഷെൽ നമ്പർ വ്യത്യാസം എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. ഇടത് നിന്ന് വലത്തേക്ക് പോകുമ്പോഴത്തേക്കും ഷെൽ നമ്പർ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും ഷെൽ നമ്പർ കൂടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യത്തിന് ബേസ് ചെയ്ത് തന്നെ നമുക്ക് ആറ്റത്തിൻ്റെ വലിപ്പം പറയാം. അപ്പോൾ ഷെൽ നമ്പർ കൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ആറ്റത്തിൻ്റെ വലിപ്പം കൂടാ അല്ലേ. ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ബോക്സിൻ്റെ പുറത്ത് മറ്റൊരു ബോക്സ് കവർ ചെയ്തു, ചിലർ പറ്റിക്കാൻ വേണ്ടിയിട്ട് കല്യാണത്തിനൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കില്ലേ. അപ്പോഴത്തേക്കും നമുക്ക് വലിയ ഗിഫ്റ്റാന്ന് തോന്നും, പക്ഷെ ഉള്ളിലൊന്നും കാണത്തില്ല. അതുപോലെ തന്നെ ഒരു വലിയ ഷെല്ല്, ഓരോ ഷെല്ലുകളുടെ നമ്പർ കൂടുന്തോറും വലിപ്പം കൂടുന്നതായിട്ട് തോന്നും.
അപ്പോൾ ഇവിടെ പീരീഡുകളുടെ എണ്ണം കൂടുമ്പോൾ പീരീഡുകളുടെ നമ്പേഴ്സ് കൂടുമ്പോൾ നമുക്ക് ഷെല്ലുകളുടെ നമ്പർ കൂടുന്നു, അത്രയും നമ്പർ ആവുന്നു. അപ്പോൾ വലിപ്പം മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു അല്ലേ? എന്നാൽ ഇടത് നിന്ന് വലത്തേക്ക് വരുമ്പോഴോ അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇടത് നിന്ന് വലത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ഷെല്ലിന് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല അല്ലേ? ഷെല്ലിന് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. പക്ഷേ അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? അവിടെ സംഭവിക്കുന്നത് ഈ ഇതിപ്പോ സോഡിയം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് മൂന്നാമത്തെ പീരീഡിലുള്ള രണ്ട് ആൾക്കാരല്ലേ? സോഡിയം ഇങ്ങേ അറ്റത്തുമാണ്, ക്ലോറിൻ ഇങ്ങേ അറ്റത്തുമാണ്. ഓക്കെ, അപ്പൊ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 1. 2, 8, 10, 1, 11. ഇത് ക്ലോറിൻ ആണെങ്കിലോ 2 കെ ഷെല്ല്, 8 എൽ ഷെല്ല്, എം ഷെല്ലിൽ 7. അപ്പം 2, 8, 7 അല്ലെ? ഇലക്ട്രോണിക് കൈനീസ് 2, 8, 7 17 ഉണ്ട്. എന്നാൽ ഈ ഒരു എം ഷെല്ലിൽ ഇവിടെ ആകെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പം അതുപോലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാ? 11. അതേസമയം ഇവിടെ 3 ഷെല്ലുകളേ ഉള്ളൂ, പക്ഷെ ഇവിടെ പ്രോട്ടോണുകളും 17 ഉണ്ട്, ഇലക്ട്രോണുകളും 17 ഉണ്ട്. അപ്പൊ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടിയെന്നിരിക്കട്ടെ, ഈ പ്രോട്ടോണുകളാണല്ലോ, ഈ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളാണ് എപ്പോഴും ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണെ അട്രാക്ട് ചെയ്ത് ആ ന്യൂക്ലിയസിന് ചുറ്റും പിടിച്ചു നിർത്തുന്ന ആൾക്കാർ. അപ്പൊ ഈ പ്രോട്ടോണുകൾ ഈ ഇലക്ട്രോണുകളെ അങ്ങ് ടൈറ്റ് ആയിട്ട് ഹെൽഡ് ചെയ്ത് വെക്കും. കൂടുതൽ പ്രോട്ടോൺസ് വരുമ്പോഴത്തേക്കും എന്താ പറയാ, കൂടുതൽ അട്രാക്ഷൻ കൂടുകയല്ലേ ചെയ്യുക. കൂടുതൽ പ്രോട്ടോണും കൂടുതൽ ഇലക്ട്രോണും വന്നിട്ടുണ്ടെങ്കിൽ സംഭവം സെയിം ഷെല്ലാണ്, പക്ഷെ ഇലക്ട്രോണുകളുടെ പ്രോട്ടോണുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ അട്രാക്ഷൻ കൂടുമ്പോഴത്തേക്കും വലിപ്പം അങ്ങ് കുറയും. ഒത്തിരി ഈ ന്യൂക്ലിയസ് ഒത്തിരി അടുത്ത് വരും. ഞാൻ വരച്ചേക്കുന്ന കണ്ടു, ഇതിനേക്കാളും കുറച്ചുകൂടി ചെറുതായിരിക്കും ക്ലോറിൻ അല്ലേ? ഇപ്പുറത്തുള്ള ഈ ഇടത് വശത്തുള്ള സോഡിയത്തിനേക്കാളും വളരെ ചെറുതായിരിക്കും ഈ ക്ലോറിൻ ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം പീരീഡ് ആണെങ്കിലും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആറ്റോമിക റേഡിയസ് എടുക്കാം. ഓക്കെ, ആറ്റോമിക റേഡിയസ് ഇതുപോലെ തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആറ്റോമിക വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി വിശ്വസിക്കുന്നു. മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും ആറ്റോമിക വലിപ്പം കൂടുകയും ഇടത് നിന്ന് വലത്തേക്ക് പോകുമ്പോഴത്തേക്കും ആറ്റോമിക വലിപ്പം കുറയുകയും ചെയ്യുന്നു. ഇപ്പൊ സോഡിയം ക്ലോറിനും തന്നെ വെച്ചിട്ട് നമുക്ക് എക്സാമ്പിൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് ആറ്റോമിക റേഡിയസ് പറയാം. ആറ്റോമിക റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂക്ലിയസിൽ നിന്നും ഏറ്റവും ബാഹ്യതമ ഷെല്ലിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ ആറ്റോമിക റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും ഷെൽ നമ്പർ കൂടാന്ന് പറഞ്ഞില്ല. അപ്പൊ ഷെൽ നമ്പർ കൂടുമ്പോൾ വലിപ്പം കൂടുന്നു. വലിപ്പം കൂടിക്കഴിഞ്ഞാൽ എന്താ, ആറ്റോമിക റേഡിയസും മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും ആറ്റോമിക റേഡിയസും കൂടുന്നു അല്ലേ? ഇനി ഇടത്തു നിന്ന് വലത്തേക്ക് പോകുമ്പോഴത്തേക്കോ, ഇടത്തു നിന്ന് വലത്തേക്ക് പോകുമ്പോഴത്തേക്കും ഷെൽ നമ്പറിന് വ്യത്യാസമൊന്നുമില്ല, എന്നാൽ വലിപ്പം കുറയുന്നുണ്ട്. ആ ഒരു എഫക്റ്റീവ് ചാർജിന്റെ പോസിറ്റീവ് ചാർജിന്റെ അട്രാക്ഷൻ കൂടുതലായതുകൊണ്ട് വലിപ്പം കുറയുന്നുണ്ട് അല്ലെ? വലിപ്പം കുറയുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എന്താ നമുക്ക് പറയാനായിട്ട് പറ്റുക? വലിപ്പം കുറയുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ്റോമിക റേഡിയസ് കണ്ട ഈ ഒരു ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ഒരു വലിപ്പമാണോ ഇവിടം തൊട്ട് ഇവിടം വരെ കുറവല്ലേ? അപ്പൊ കുറയും, ആറ്റോമിക റേഡിയസ് കുറയും. ന്യൂക്ലിയസിൽ നിന്ന് നമ്മുടെ ഷെല്ലിലേക്കുള്ള ആറ്റോമിക റേഡിയസ് ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോഴത്തേക്കും കുറയും, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും കൂടും. ഓക്കെ, നിങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു വരിക, നോട്ട് എഴുതാട്ടോ കൃത്യമായിട്ട്, പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത്. ഓക്കെ, അടുത്തത് ന്യൂക്ലിയർ ചാർജ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ന്യൂക്ലിയർ ചാർജ് നിങ്ങൾ അറിയാം, ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ പ്രോട്ടോണും ന്യൂട്രോണും ആണുള്ളത്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്തുള്ള ആളാണ് അല്ലേ? അപ്പോൾ ഈ ന്യൂക്ലിയസിന് ചാർജ് നൽകുന്നത് ആരാണ്? ന്യൂക്ലിയസിന് ചാർജ് നൽകുന്നത് നമ്മുടെ പ്രോട്ടോൺ ആണ്. കാരണം ന്യൂട്രോണ് ചാർജ് ഉണ്ടോ? ഇല്ല. ന്യൂട്രോണ് ചാർജ് ഇല്ലാത്തതുകൊണ്ട് പ്രോട്ടോൺ ആണ് നമ്മുടെ ന്യൂക്ലിയസിന് ചാർജ് നൽകുന്നത് അല്ലേ? അപ്പോൾ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയും. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം കൂടുമ്പോഴത്തേക്കും ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അതാണ് നമ്മൾ നേരത്തെ വലിപ്പം കുറയാനുള്ള കാരണം. ആ ന്യൂക്ലിയർ ചാർജ് കൂടുകയെന്നുണ്ടെങ്കിൽ വലിപ്പം എന്താവും? കുറയും. കാരണം അട്രാക്ഷൻ കൂടും, പുറമേയുള്ള ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് കൂടും. അങ്ങനെ വലിപ്പം കുറയാനായിട്ട് പറ്റും. അപ്പം ന്യൂക്ലിയർ ചാർജ് വേറൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ന്യൂക്ലിയസിനെ നമ്മളൊരു അമ്മയായിട്ട് സങ്കല്പിക്കുക. ചുറ്റുമുള്ള
ഈ ഏറ്റവും അടുത്തുള്ള ഈ ഷെല്ലിനെ നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി, പിന്നെ രണ്ടാമത്തെ വലിയ കുട്ടി, മൂന്നാമത്തെ വലിയ കുട്ടി, അങ്ങനെയൊക്കെ നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക. അപ്പോൾ നമ്മുടെ ഈ അമ്മയുടെ സ്നേഹമാണ് ഈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് വിചാരിക്കുക. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പറ്റുക വീട്ടിലെ ചെറിയ കുട്ടിക്കായിരിക്കും അല്ലെ. അപ്പോൾ ഈ ന്യൂക്ലിയസിന്റെ ഈ ഒരു പോസിറ്റീവ് ചാർജ്, അല്ലെങ്കിൽ പ്രോട്ടോണിന്റെ ഈ പോസിറ്റീവ് ചാർജ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക നമ്മുടെ ഈ തൊട്ടടുത്തുള്ള ഈ കേഷ് ഷെല്ലിലായിരിക്കും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക. ഷെല്ലുകളുടെ നമ്പർ കൂടുന്തോറും എന്ത് പറ്റും, ആ ഒരു എഫക്റ്റ് കുറയും. വേറൊന്നും കൊണ്ടല്ല, അമ്മയ്ക്ക് സ്നേഹമില്ല എന്നല്ല പറയുന്നത്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലുതാവും തോറും നമ്മുടെ പുറകെ നടന്ന് അങ്ങനെ കെയർ ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. അപ്പം നമ്മൾ ആ ഒരു എഫക്റ്റ് അത്രയും കുറഞ്ഞില്ലേ. അപ്പോൾ വലിയ കുട്ടി ഓരോ വലിയ വലിയ ഷെല്ലുകളൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു എഫക്റ്റ് അങ്ങോട്ട് കുറയും. അപ്പൊ ഷെല്ലുകളുടെ നമ്പർ കൂടി എന്ത് സംഭവിക്കാം, എന്ത് നമ്മുടെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും. അപ്പൊ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഷെൽ നമ്പർ കൂടുകയല്ലേ ചെയ്യുക, വലിപ്പം കൂടുകയല്ലേ ചെയ്യുക. അപ്പോൾ ഈ വലിപ്പം കൂടുമ്പോഴത്തേക്കും എന്ത് പറ്റും, നമുക്ക് ആ അത്രയും ന്യൂക്ലിയർ ചാർജിന്റെ എഫക്റ്റ് അങ്ങ് കിട്ടത്തില്ല അല്ലേ. അതുപോലെ തന്നെ ഇടത് നിന്ന് വലത്തേക്ക് പോകുന്തോറും വലിപ്പം കുറയുന്നു എന്ന് മനസ്സിലായി. ഷെൽ നമ്പർ വ്യത്യാസമൊന്നുമില്ല, എന്നാലും വലിപ്പം കുറയുന്നുണ്ട്. വലിപ്പം കുറയുമ്പോഴത്തേക്കും തൊട്ടടുത്തല്ലേ നിൽക്കുക. അപ്പൊ കൂടുതൽ എന്ത് പറ്റും, നമ്മുടെ ന്യൂക്ലിയർ ചാർജ് കൂടുതൽ ടൈറ്റ്ലി ഹെൽഡ് ചെയ്യും. അതുകൊണ്ടാണ് ആ ഒരു ആറ്റത്തിന്റെ വലിപ്പം കുറയാനും കാരണമാവുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്തത് നമ്മൾ പറയുകയാണെങ്കിൽ അയോണീകരണ ഊർജം അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി. അത് ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന വാതക ആറ്റത്തിന്റെ ഏറ്റവും പുറമേയുള്ള അല്ലെങ്കിൽ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള ഇലക്ട്രോണെ ആ ആറ്റത്തിൽ നിന്നും നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിനെയാണ് നമ്മൾ അയണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണീകരണ ഊർജം എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, നമ്മുടെ ആ അയോണീകരണ ഊർജം അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി നമ്മൾ മുകളിൽ നിന്ന് അതും ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതും അങ്ങനെയാണ് വിചാരിക്കുക, നമ്മൾ ഒത്തിരി ചെറിയ കുട്ടികളാണെന്ന് വിചാരിക്കുക. ചെറിയ കുട്ടികൾ അല്ലെ, ഈ ചെറിയ കുട്ടികൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുന്ന കുട്ടികളായിരിക്കും. അപ്പൊ നമുക്ക് ചെറുപ്പത്തിലെ 1ലും 2ലൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് വിടത്തില്ല അല്ലെ. വീട്ടിൽ നിന്ന് ഒത്തിരി കരഞ്ഞ് വിളിച്ച് കുറെ എനർജി വേസ്റ്റ് ആക്കിയാലേ വിടത്തുള്ളൂ. അപ്പൊ ന്യൂക്ലിയസിന് തൊട്ടടുത്ത് കിടക്കുന്ന ഷെല്ലിലെ ഇലക്ട്രോൺസിന് പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഒത്തിരി എനർജി എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അവരുടെ മേലെ ആ ഒരു ന്യൂക്ലിയർ ചാർജ് വളരെ കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ന്യൂക്ലിയസിൽ നിന്നും അകലെയുള്ള ഒരു ഷെല്ല് എടുത്തു നോക്കാം. ന്യൂക്ലിയസിൽ നിന്നും അകലെയുള്ള ഒരു ഷെല്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ നമ്മൾ ഈ ഒത്തിരി വലുതായിട്ടുള്ള കുട്ടികളായിരിക്കും അല്ലെ. വലിയ ഷെല്ല്, ഏറ്റവും പുറമേയുള്ള ഷെല്ല് നിങ്ങൾ കണക്ട് ചെയ്യാം. അവർക്ക് ഈ പുറത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിലൊന്നും പറയേണ്ട കാര്യമില്ല. വീട്ടിൽ നിന്ന് ദൂരെയല്ലേ നിൽക്കുന്നത്. അവർ സിമ്പിളായിട്ട് എനർജി ഒന്നും വേസ്റ്റ് ആക്കാതെ, എനർജി വേസ്റ്റ് ആക്കേണ്ടി വരെ വീട്ടിൽ നമ്മൾ ചോദിക്കുമ്പോഴാണ്, എനർജി ഒന്നും വേസ്റ്റ് ആക്കാതെ സിമ്പിളായിട്ട് അവർക്ക് പോകാനായിട്ട് സാധിക്കും. അത് തന്നെ ഇവിടെയും പറയാനുള്ളത്, നമ്മുടെ ഏറ്റവും പുറമേയുള്ള ഷെല്ലിൽ നിന്ന് സിമ്പിളായിട്ട് അല്ലെ, അടുത്തുള്ള ന്യൂക്ലിയസിന് അടുത്തുള്ള ഷെല്ലിനെ അപേക്ഷിച്ച് ന്യൂക്ലിയസിന് വളരെ പുറമേയുള്ള ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺസിന് പെട്ടെന്ന് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി ഷെല്ലുകളുടെ നമ്പർ കൂടുന്തോറും ന്യൂക്ലിയസിന്റെ വലിപ്പം കൂടുന്നു, ആറ്റോമിക ആരം കൂടുന്നു അല്ലേ. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് കുറച്ചുകൂടി അകലെയായി, അപ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നു. അങ്ങനെ വരുമ്പോൾ ആ ന്യൂക്ലിയർ ചാർജിന്റെ എഫക്റ്റ് കുറവായി. അപ്പോൾ സുഖമായിട്ട് നമ്മൾ ന്യൂക്ലിയസ് അറിയാണ്ട് നൈസായിട്ട് അങ്ങ് ഇറങ്ങി പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതാണ് മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും നമുക്ക് സംഭവിക്കുന്നത് കേട്ടോ. ഷെൽ നമ്പർ കൂടുമ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് അകലെയാവുകയും സുഖമായിട്ട് അവിടെ നിന്ന് ആ ഇലക്ട്രോണെ നമുക്ക് കളയാനായിട്ട് സാധിക്കും. ഇനി ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുമ്പോഴെന്താ സംഭവിക്കുന്നത്? ഇടത്ത് നിന്ന് വലത്തേക്ക് പോകുമ്പോഴത്തേക്കും വലിപ്പം കുറയുകയല്ലേ ചെയ്യുക. വലിപ്പം കുറയുന്നു, ന്യൂക്ലിയർ ചാർജ് കൂടുന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയാ, ഈ അയണീകരണ ഊർജം, ഇപ്പൊ ന്യൂക്ലിയസ് വളരെ ടൈറ്റ് ആയിട്ട് ഹെൽഡ് ചെയ്തിരിക്കുന്ന ഒരു സാധനത്തിന്, ഇത് ന്യൂക്ലിയസിന്റെ അടുത്ത് കിടക്കാന്നുള്ള അർത്ഥം. വലിപ്പം കുറയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് ആ ഒരു ബോണ്ട് പൊട്ടിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെ അടുത്ത് ഒത്തിരി വലിപ്പം കുറയുന്ന ഒരു അവസ്ഥയിൽ അവിടെ നിന്നും ആ ഒരു ഇലക്ട്രോണ് അവിടെ നിന്ന് ഇറങ്ങി വരാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഒത്തിരി എനർജി ആ ഒരു
ആറ്റം ആ ഇലക്ട്രോണിനെ പ്രയോഗിക്കാനായിട്ട് കളയേണ്ടി വരും. അപ്പം ഇവിടെ ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോഴത്തേക്കും അയണീകരണ ഊർജ്ജം കൂടുന്നു, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും അയണീകരണ ഊർജ്ജം കുറയുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി പഠിക്കാനായിട്ട് ആദ്യമേ ഈ ഒരു സോഡിയത്തിനെയും ക്ലോറിനെയും എടുക്കുക. സോഡിയത്തിൽ 11 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? 11 ഇലക്ട്രോൺസ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു Kയിൽ 2, Lയിൽ 8, Mയിൽ 1. അപ്പോൾ ഇതിന് അഷ്ടകം പൂർത്തിയാക്കിയിട്ട് നമ്മുടെ സ്ഥിരത കൈവരിക്കണമെന്നുണ്ടെങ്കിൽ 7 ഇലക്ട്രോണെ മേടിക്കുന്നതാണോ നല്ലത് അതോ ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നതാണോ നല്ലത്? ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നതാണ് നല്ലത് അല്ലേ? എന്നാൽ ഈ ക്ലോറിനെ നോക്കിക്കേ, ക്ലോറിന് 3 ഷെല്ലാണുള്ളത്. ഇത് 2, 8, ഇത് 7. ഈ ഒരു ഇലക്ട്രോൺ ആവശ്യമുണ്ട് അല്ലേ? 7 ഇലക്ട്രോണെ അങ്ങ് വിട്ടുകൊടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ? ഒരു ഇലക്ട്രോണെ മേടിക്കുന്നതല്ലേ നല്ലത്? അപ്പോൾ ഈ ഒരു സോഡിയം ആറ്റത്തിന് വേഗം ഇത് വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് അല്ലേ? ഇതിനെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലല്ലേ? അപ്പം സുഖമായിട്ട് ഈ സോഡിയത്തിന്റെ ന്യൂക്ലിയസ് അറിയാണ്ടാണ് ഈ ഇലക്ട്രോൺ ഇറങ്ങി പോവാം. എന്നിട്ട് ഈ ക്ലോറിന്റെ അടുത്തേക്ക് വന്നിട്ട് അല്ലേ ഇവിടേക്ക് ഇലക്ട്രോൺ. അപ്പൊ ഈ ഒരു ക്ലോറിൻ സോഡിയത്തിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു സോഡിയത്തിലെ ഈ ഒരു ഇലക്ട്രോൺ അട്രാക്ഷൻ കൊണ്ടിട്ട് ഇവിടെ വന്ന് നിൽക്കും. അപ്പൊ ഈ അട്രാക്ട് ചെയ്യാനുള്ള ക്ലോറിന്റെ കഴിവുണ്ടല്ലോ. ഓക്കെ, ബാഹ്യതമ ഷെല്ലിൽ 5ൽ കൂടുതൽ ഇലക്ട്രോൺസ് വരുമ്പോഴാണ്, 4ൽ കൂടുതൽ ഇലക്ട്രോൺസ് വരുമ്പോഴാണ് നമുക്ക് ഈ എന്താ പറയുക ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുക എന്ന് പറയാം. കാരണം 4ൽ കൂടുതൽ 4 ഇലക്ട്രോൺ ആണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്തിട്ട് വേണമെങ്കിൽ അഷ്ടകം പൂർത്തിയാക്കാം. ഇപ്പോൾ 5 ഇലക്ട്രോൺ ആണ് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഇലക്ട്രോൺ വാങ്ങിക്കുന്നതാണ് എളുപ്പം. 6 ഇലക്ട്രോൺ ആണെങ്കിൽ 2 ഇലക്ട്രോൺ മേടിക്കുന്ന എളുപ്പം. 7 ഇലക്ട്രോൺ ആണെങ്കിൽ ഇതുപോലെ ഒരെണ്ണം മേടിക്കുന്നതാണ് എളുപ്പം അല്ലേ? അപ്പൊ ഇവർക്കൊക്കെ മേടിക്കുന്നതാണ് എളുപ്പം. അങ്ങനെയുള്ളവർക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ശരിക്കും നമുക്കത് അയോണീകരണ ഊർജ്ജത്തിന്റെ എഫക്റ്റ് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേനും ഷെൽ നമ്പർ കൂടിയാൽ എന്താ സംഭവിക്കുക? കൂടുതലും എന്താ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി തന്നെ ഉണ്ടാവുക ഇലക്ട്രോൺസിന് അല്ലേ? അപ്പം അവിടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യാനുള്ള വലിയ കഴിവൊന്നും ഉണ്ടാവില്ല, വിട്ടുകൊടുക്കാനുള്ള കഴിവ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും കുറയുകയും എന്നാൽ ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോഴത്തേക്കും കൂടുകയും ചെയ്യും. കാരണം വലിപ്പം കുറയുകയല്ലേ ചെയ്യുക. അപ്പോൾ കൂടുതലും ഇപ്പൊ ഇവിടെ സംഭവിച്ച പോലെ തന്നെ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. വലിപ്പം കുറയുമ്പോഴത്തേക്കും അങ്ങോട്ട് പോകുമ്പോൾ വലിപ്പം കുറയും, ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് കൂടും അല്ലേ? അപ്പോൾ ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ എന്ത് കൂടും? ഇത് കൂടും. എന്താ? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുക, മുകളിൽ താഴേക്ക് കുറയുകയാണ് ചെയ്യുക. പിന്നെ ലോഹ സ്വഭാവം എന്ന് പറയുകയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേരും എന്താ പറയാ ലോഹമാണ് ഞാൻ പറഞ്ഞു. ഇത് 1ാമത്തെ ഗ്രൂപ്പ്, 2ാമത്തെ ഗ്രൂപ്പ് അല്ലേ? ആൽക്കലി ലോഹങ്ങളും ആൽക്കലിനകത്ത് ലോഹങ്ങളും. 1ാമത്തെ ഗ്രൂപ്പില് ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോണും, എക്സാമ്പിൾ സോഡിയം. 2ാമത്തെ ഗ്രൂപ്പിൽ മെഗ്നീഷ്യം ആണെങ്കിൽ ആറ്റോമിക് നമ്പർ 12. അപ്പൊ എന്താ 1 ഇലക്ട്രോൺ കൂടി വരും. 11 എന്ന് പറയുമ്പോഴത്തേക്കും എം ഷെല്ലിൽ 1 ഉള്ളൂ. 12 എന്ന് പറയുമ്പോൾ 2 വരും. ഇവർക്ക് എല്ലാവർക്കും ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോണേ ഉള്ളൂ. ഷെൽ നമ്പർ കൂടിയാലും ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ്. മനസ്സിലായപ്പോൾ 2 ഇലക്ട്രോണും 1 ഇലക്ട്രോണും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് വെച്ചോണ്ടിരിക്കണേക്കാളും നല്ലത് അഷ്ടകം പൂർത്തിയാക്കാനായിട്ട് അതങ്ങ് കൊടുത്തു വിടുന്നതല്ലേ. അവർക്ക് കൊടുത്തു വിടാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ അല്ലേ? അപ്പോൾ എന്താ പറയാ അവർക്ക് ലോഹ സ്വഭാവം കൂടുതലാന്ന് പറയാം. കൂടുതൽ ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കാൻ കഴിവുള്ള എലമെന്റ്സ് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് ഇലക്ട്രോ പോസിറ്റീവ് ആകുന്ന അയോൺസ് ആയിട്ട് മാറും. ചാർജുള്ള ആറ്റംസ് ആണ് അയോൺസ് കേട്ടോ. പോസിറ്റീവ് അയോൺസ് ആയിട്ട് മാറാനുള്ള കഴിവുള്ളവർക്ക് ഈ 1ാം ഗ്രൂപ്പിനും 2ാം ഗ്രൂപ്പിനൊക്കെയാണ് കേട്ടോ. അപ്പൊ അവരൊക്കെ അതുകൊണ്ടാണ് ലോഹങ്ങളായിട്ട് നിലനിൽക്കുന്നത്. എന്നാൽ അങ്ങോട്ട് ഇടത്തുനിന്ന് വലത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലോഹ സ്വഭാവം കുറയുക ചെയ്യുക. കാരണം അവർക്ക് മേടിക്കാനുള്ള ടെൻഡൻസി അല്ലേ വരുന്നത്. ഈ ക്ലോറിനും ഫ്ലൂറിനും ഒക്കെ മേടിക്കാനുള്ള ടെൻഡൻസി വരിക. അപ്പോൾ എന്താ ലോഹ സ്വഭാവം കുറയുന്നു അല്ലെങ്കിൽ ലോഹ സ്വഭാവം കൂടുന്നു നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞ ലോഹ സ്വഭാവം വരുമ്പോഴത്തേക്കും താഴേക്ക് വരുമ്പോഴത്തേക്കും ഷെൽ നമ്പർ കൂടുതലല്ലേ, വലിപ്പം കൂടിയ ന്യൂക്ലിയസിൽ നിന്ന് അകലെയല്ലേ. അപ്പൊ സുഖമായിട്ട് ഇലക്ട്രോണെ വിട്ടുകൊടുത്തൂടെ? ആ ഒരു ന്യൂക്ലിയർ ചാർജിന്റെ എഫക്റ്റ് കുറവല്ലേ അല്ലേ? നിങ്ങൾക്ക് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അങ്ങനെ താഴേക്ക് പോകും തോറും എന്താ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുന്നു. ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് നിൽക്കാനായിട്ടുള്ള കഴിവ് കൂടുന്നു അല്ലേ?
അപ്പോൾ ഈ ഒരു പീരീഡ് എടുക്കുകയാണെങ്കിൽ, ഈ ഫസ്റ്റ് പീരീഡ് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു സെക്കൻഡ് പീരീഡ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ലോഹ സ്വഭാവം ലിഥിയത്തിനായിരിക്കും അല്ലേ. തേർഡ് പീരീഡ് എടുക്കുകയാണെങ്കിൽ സോഡിയത്തിനായിരിക്കും. അലോഹ സ്വഭാവം കൂടുതൽ ഇവിടെ ഫ്ലൂറിനും, അലോഹ സ്വഭാവം ഇവിടെ ക്ലോറിനും ആയിരിക്കും അല്ലേ. അപ്പൊ താഴേക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇടത്തേക്കുള്ള ആൾക്കാർക്കാണ് ലോഹ സ്വഭാവം എന്ന് മനസ്സിലായി. അതിന് ഇടത്തേക്കുള്ള ആളിൽ തന്നെ താഴേക്ക് പോകുന്നതോറും ലോഹ സ്വഭാവം കൂടുന്നു മനസ്സിലായി. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെയുള്ള ഈ ഫ്രാൻഷ്യത്തിനാണ് എന്ത് പറയാ, അതാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് പോസിറ്റീവ് ഇലക്ട്രോണ്, പോസിറ്റീവ് അയോണ് പെട്ടെന്ന് ഫോം ചെയ്യാൻ കഴിവുള്ളത് ഫ്രാൻഷ്യത്തിനാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇടത്തുനിന്ന് വലത്തേക്ക് പോകുന്നതോറും അലോഹ സ്വഭാവം കൂടുന്നു അല്ലെ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുന്നു. അപ്പം അതുപോലെ താഴേക്ക് വന്നാൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറയും. മേലത്തെ ആൾക്കാർക്കും അതുപോലെ വലത്തേക്ക് പോകുന്നതോറും പിന്നെ ഇവിടെ നിന്ന് മേളിലേക്ക് പോകുമ്പോഴത്തേക്കുമാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിക്ക് കൂടുന്നത്. താഴേക്ക് വന്നാൽ കുറയില്ലേ ചെയ്യുക. അപ്പം മേലത്തെ ആൾക്കാർക്കല്ലേ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ. അപ്പോൾ ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് കേട്ടോ. പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ് ഫ്ലൂറിനും ഏറ്റവും കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ഫ്രാൻഷ്യോ ആണ്. പിന്നെ ഈ ഒരു 18th ഗ്രൂപ്പ് ഇലക്ട്രോൺസ് ഈ എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഈ റിയാക്ഷനിലൊന്നും പങ്കെടുക്കാത്ത ആൾക്കാരാണ്. ഫുള്ളി ഉത്കൃഷ്ടം ഫുള്ളി ഫീൽഡാണ്, അവർക്ക് ഇനി റിയാക്ഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അവർ ഈ പറഞ്ഞ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇലക്ട്രോ പോസിറ്റിവിറ്റിനെ പറ്റിയൊന്നും അധികം ബോധറേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമുക്ക് ഈ ഒരു കാര്യത്തിൽ പഠിക്കാനുണ്ടായിരുന്നത്. മനസ്സിലാക്കി പഠിച്ചാൽ വളരെ എളുപ്പമാണ്, സുഖമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളത് അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. ബൈ.